ഓക്കെ. അപ്പോ നൈൽ അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. ലൈഫ് ലൈൻ ഓഫ് ഈജിപ്റ്റ് എന്നാണ് നൈൽ അറിയപ്പെടുന്നത്. ലൈഫ് ലൈൻ ഓഫ് ഈജിപ്റ്റ്. ഇന്നിപ്പോ അരിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇറക്കുമതി ചെയ്യാം എവിടെന്നെങ്കിലും. പക്ഷെ അന്ന് അവർക്ക് ഭക്ഷ്യധാന്യങ്ങളെല്ലാം കിട്ടുന്നത് എന്തുള്ളത് കൊണ്ടാണ്. ഇന്നും ഈജിപ്ഷ്യൻ അരിയൊക്കെ ഗൾഫിൽ കിട്ടും. ചെറിയ ഉരുണ്ട അരി നിങ്ങൾക്ക് കാണാം. നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല, എന്നാലും ഈജിപ്ഷ്യൻ അരി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഗൾഫിലൊക്കെ ഉള്ളോ? ഗൾഫിൽ പോയിട്ടുള്ളവരോ ഇപ്പോഴുള്ളവരോ ഒക്കെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. ആ, സുമേന്റെ എങ്ങനെ കഴിച്ചു? ഞങ്ങൾ ഷാർജയിൽ ഒരു വെള്ളം വെച്ചുണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? ഷാർജയിലെ ഷാർജ. ഓക്കെ ഓക്കെ. അപ്പോ ഇതാണ് ഈജിപ്തിന്റെ ലൈഫ് ലൈൻ ആണ് നൈൽ എന്ന് പറയുന്നത്. നൈലിനൊരു ദൈവമുണ്ട്. അതിന്റെ പേര് HAPI, ഹാപ്പി എന്നാണ്. ഹാപ്പി, HAPI, ഹാപ്പി. അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ നൈൽ എന്ത് ചെയ്യും? നൈല് ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടാവും നൈലിൽ വർഷത്തിൽ ഒരിക്കൽ. അത് ആരാ വരുത്തുന്നതെന്ന് അറിയാമോ? അത് ഈ ഹാപ്പി ഗോഡാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളെ പോലല്ല. നമ്മൾ വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ചൂരൽമല ഉണ്ടാകുമോ എന്നങ്ങനെയൊക്കെയുള്ള പേടിയാണ്. അവർക്ക് വെള്ളപ്പൊക്കം ഭയങ്കര സന്തോഷമാണ്. ഈ വെള്ളപ്പൊക്കത്തിലാണ് എന്ത് വരുന്നത്? എക്കലെല്ലാം അങ്ങ് അനേക രാജ്യങ്ങളിലൂടെ ഒഴുകി 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 വരുന്ന നദിയാണ്. ആമസോണിന്റെ അത്ര ഇല്ല. എനിക്ക് തോന്നുന്നു ആമസോൺ കഴിഞ്ഞ ഒരു പക്ഷേ നീളം കൂടിയത് ഇതായിരിക്കും. വളരെ നീളമുള്ള നദിയാണ്. ഈ എക്കലെല്ലാം കൂടെ വരുന്നതാണ് ഈജിപ്തിന്റെ ഫലഭൂയിഷ്ഠത എന്ന് പറയുന്നത് ഈ നൈൽ നദിയാണ്, ഈ വെള്ളപ്പൊക്കമാണ്. വർഷത്തിൽ ഈ ഫ്ലഡ് ഉണ്ടാവും. അങ്ങനെയാണ് അവിടെ ഫലഭൂയിഷ്ഠതയും ഫെർട്ടിലിറ്റി, അബണ്ടൻസ് അല്ലെങ്കിൽ ലൈഫ് ഗിവിംഗ് പവർ ഓഫ് ദ റിവർ. ഈജിപ്തിന് നമുക്കൊന്ന് മഴ പെയ്താൽ നമുക്ക് ചെടികളെല്ലാം കിളിയും, ചെറിയ ചെറിയ പ്രാണികളെല്ലാം സന്തോഷമാകും. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, ഇതെല്ലാം ഉണ്ടാകും. എന്നാൽ അവിടെ അത് ബേസിക്കലി മണലാരണ്യമാണ്, മരുഭൂമിയാണ്. അതിന്റെ മുകളിലാണ് ഈ ഫെർട്ടൈൽ സോയിൽ വന്ന് പതിഞ്ഞിരിക്കുന്നത്. ഇതിങ്ങനെ വർഷം തോറും സമ്പന്നമാക്കുന്നത് ഈ പ്രളയമാണ്. അതുകൊണ്ട് ഈ പ്രളയം അവർക്ക് സന്തോഷമാണ്. ഈ പ്രളയം കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പേരാണ് HAPI. ഈ നദീതീരങ്ങളിലൊക്കെ ഇത് വരികയും അവർക്ക് കൃഷി ചെയ്യുവാൻ അത് സാധ്യമാക്കി തീരുകയും ചെയ്യും. അങ്ങനെയാണ് ഈജിപ്തിന്റെ നിലനിൽപ്പിനും ഈജിപ്തിന്റെ സമ്പന്നതയ്ക്കും ഈ പ്രളയം വളരെ ആവശ്യമാണ്. ഇതുകൊണ്ടാണ് ഫലഭൂയിഷ്ഠത ലഭിക്കുന്നത്, കന്നുകാലികൾ ജീവിക്കുന്നത്, ഒരു സമൂഹമായി അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നത് ഈ നൈൽ നദിയുടെ വെള്ളപ്പൊക്കമാണ്. അപ്പൊ അതിനൊരു ഫെർട്ടിലിറ്റി ഡയറ്റി ഉണ്ട്. ഫാദർ ഓഫ് ഓൾ ഗോഡ്സ് ആയിട്ടാണ്. കാരണം ഈജിപ്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം ഈ നൈൽ നദിയാണ്. അപ്പോ ഈ അവരുടെ ഹാപ്പി ഗോഡിന് സസ്റ്റൈനിങ് ലൈഫ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ കോസ്മിക് ബാലൻസ് എന്നാണ് അവർ പറയാം. നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ വിക്കിപീഡിയ അടിച്ചു നോക്കിയാൽ മതി. അതെല്ലാം നമുക്ക് അത്രയും പുറകെ പോകാം. നൈൽ ഗോഡ് അവിടെ വെള്ളം എന്ത് ചെയ്തു? വെള്ളം എന്തായി മാറി? വെള്ളം രക്തമായി മാറി. അപ്പൊ അവിടെ ദൈവം ഒരു മെസ്സേജ് കൊടുത്തു ഈജിപ്തിനോട്. എന്താണ് ആ മെസ്സേജ്? ഗോഡ് റൂൾസ് ഓവർ ഈജിപ്റ്റ്സ് ലൈഫ് ലൈൻ. ഈജിപ്തിന്റെ ജീവനാഡിക്ക് മുകളിൽ, ഈജിപ്തിന്റെ മഹാദൈവത്തിന് മുകളിൽ സകലതും നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് അവർക്ക് കിട്ടുന്നത്. അടുത്തത്, ലോകത്ത് പല രാജ്യങ്ങളിലും അടുത്ത ബാധ എന്താണ്?
ഏതെങ്കിലുമൊക്കെ ഒരു പാതയുടെ പേര് പറ. തവളകളെ കൊണ്ട് നിറയുന്നത്. തവള. തവളകളെ കൊണ്ട് നിറയുന്നത്. അതെ അതെ. ഈ രാജസ്ഥാനിലൊക്കെ ഉള്ളവർക്ക് അത് പെട്ടെന്ന് അറിയാം, കാരണം അവിടെ ഇതേ സെയിം ഇത് ആചരിക്കുന്നുണ്ട്. ഫെർട്ടിലിറ്റി ഗോഡായിട്ട് അവിടെയും മഴ കിട്ടാൻ എന്ത് ചെയ്യുന്നുണ്ട്? തവളകളെ ആരാധിക്കുകയും തവളകളെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്യുന്ന വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇത് കുറച്ചു നാൾ രാജസ്ഥാനിൽ സംഭവിച്ചു. ഇന്ത്യയിലെ പത്രങ്ങളിലെല്ലാം വന്നായിരുന്നു. നിങ്ങളാരും വായിച്ചില്ലേ? CP ജോൺസൺ ബ്രദറെങ്കിലും വായിച്ചു കാണും, അവിടെ ഉള്ള ആയുണ്ട്. വായിച്ചായിരുന്നു? ഇവിടെ തുളസിയെ തുളസി ചെടിയില്ലേ, അതിനെയും കല്യാണം കഴിപ്പിക്കും, സാരി ഉടുപ്പിക്കും, അങ്ങനെയൊക്കെയുള്ള സിസ്റ്റം ഉണ്ട്. തവളകൾ, ഈ തവളകൾ ഒരുപാട് ഈ കന്നുകാലികളും മൃഗങ്ങളും മനുഷ്യരും കൃഷി ഇതെല്ലാം ഇങ്ങനെ പെറ്റുപെരുകുന്നതിന് ഒരു ഫെർട്ടിലിറ്റി എന്നാണ് പറയുന്നത്. ഫെർട്ടിലിറ്റി ഗോഡ്സ്. അപ്പൊ നല്ല വിളവ് കിട്ടണം എങ്കിൽ ഫെർട്ടിലിറ്റി ഗോഡ്സ് സഹായിക്കണം. ലോകത്തിലെ എല്ലാ പ്രാചീന സംസ്കാരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി ഗോഡ്സിനാണ് പ്രാധാന്യം. ഫെർട്ടിലിറ്റി ഗോഡ്സിനാണ് പ്രാധാന്യം. നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? ഫെർട്ടിലിറ്റി ഗോഡ്സ്. ബൈബിൾ കോളേജിൽ പഠിച്ചവരൊക്കെ കേട്ട് കാണും. പാസ്റ്റർ ബിനു ജെയിംസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? മ്യൂട്ടാണ്. ഓക്കെ. ഫെർട്ടിലിറ്റി ഗോഡ്സ് എന്ന് പറയും. ഈ ഫ്രോക്സ്, നമുക്കറിയാം, ഫ്രോക്സ് മുട്ടയിട്ടാൽ ഇങ്ങനെ നീളത്തിൽ നിങ്ങള് തോടിന്റെയും കായലിന്റെയൊക്കെ സൈഡ്, അല്ല ജലാശയങ്ങളുടെയൊക്കെ സൈഡിൽ താമസിച്ചിരുന്നവർക്കാണെങ്കിൽ കണ്ടാ അറിയാല്ലേ, ഫ്രോഗിന്റെ മുട്ട കണ്ടിട്ടുണ്ടോ? നീളത്തിൽ ഇങ്ങനെ കിടക്കും. കണ്ടിട്ടുണ്ട്. അപ്പൊ ഇഷ്ടം പോലെ മുട്ടയിടുക എന്നുള്ളത് കൊണ്ട്, മുട്ടയല്ല, ടാഡ്പോളിന്റെ പ്രാകൃത മുട്ടയിടുക എന്നുള്ളത് കൊണ്ട് അതിനെ ഫെർട്ടിലിറ്റി കൺസെപ്റ്റ് ആയിട്ടാണ്. ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി ആണ്. ഹാപ്പി ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ നൈലിന്റെ ഗോഡ് ആണെങ്കിൽ, ഇത് ഗോഡസ് ആണ്, ദേവതയാണ്. HEQET, ഹെക്കറ്റ്. HEQET. അപ്പോ ജീവന്റെ സിമ്പിളാണ്, ജീവൻ തുടിക്കുന്ന ഒന്നായിട്ടാണ്. നമുക്ക് കാണാം ഒരു ട്രാൻസ്പെയറന്റ് ഇതിനകത്ത് ഇങ്ങനെ ജീവൻ തുടിക്കും. ടാഡ്പോളിന്റെ മലയാളം എന്ത്? ചെറിയ കറുത്ത തവള എന്ത് വിളിക്കും? ഈ വാൽമാക്രി ആവുന്നതിന് മുമ്പ് അതിങ്ങനെ ചെറിയ നീളമുള്ള ട്യൂബുകളുള്ളതിനകത്ത് ഇങ്ങനെ ചെറുത് കിടക്കുന്ന കാണണം. ജീവൻ തുടിക്കുക എന്നുള്ളത്. നേരിട്ട് കണ്ടിട്ടില്ലാത്തവരുണ്ടോ? കേരളത്തിലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ കണ്ടു കാണും. കാണാത്തവരുണ്ടോ? പൊന്നാറ്റോമി സിസ്റ്റർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പോ കണ്ടിട്ടുണ്ട് സാറേ. കണ്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പോ ഇത് ഫ്രോക്സ്, അപ്പൊ അത് ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റിയാണ്. സമൃദ്ധമായ അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്നതാണ്. ജീവന്റെ ഒരു സിമ്പിളായിട്ടാണ് അവർ അതിനെ കാണുന്നത്. പക്ഷെ അത് അവർക്ക് ശാപമായി മാറുകയാണ്. ഈ ജീവൻ സമ്പൽ സമൃദ്ധി എന്ത് ചെയ്യാണ്? അവർക്ക് ശാപമായി മാറുകയാണ്. ലൈഫ് സിമ്പിൾ ടേൺഡ് കേഴ്സ്. തവളകളുള്ളത് നല്ലതാണ്. ഒരുപാട് ഈ വിളവുകളൊക്കെ തിന്നുന്ന ചാഴികളെയൊക്കെ തിന്നാൻ ഈ തവളകളും തത്തകളും ഒക്കെ നല്ലതാണ്. ചെറിയ പക്ഷികളും തവളകളും ഒക്കെ നല്ലതാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ പെസ്റ്റിസൈഡ്സിനൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ നാച്ചുറൽ പെസ്റ്റിസൈഡ്സ് ആയിരുന്നു ഈ തവളകളൊക്കെ. അതുകൊണ്ട് തവളകൾ സ്വയം ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുകയും അത് അവരുടെ ക്രോപ്പ് ഈൽഡിന് വളരെ സഹായകരമായിരുന്നു. ലൈഫ് സിമ്പിൾ ടേൺഡ് കേഴ്സ്. അടുത്തത് എന്താണ്? അടുത്തത് പേനെ കൊണ്ട് നിറയും. അതെ. ഈ പ്രൊട്ടക്റ്റീവ് സിംബോളിസമായിട്ടാണ് അവര് ഈച്ചകളെയാണ് കണ്ടിരുന്നത്. ഒരു മിനിറ്റ്.
മൂന്നാമത്തെ ബാധ ഈച്ചകളാണ്. ഇന്നും തലമുറകൾക്ക് ശേഷവും ഈ ഫ്ലൈസ്, അവരിന്ന് വിശ്വാസാചാരങ്ങളൊക്കെ മാറിയെങ്കിലും രഹസ്യമായിട്ട് ഇന്നും ഈച്ചകളെ വളർത്തുകയും അത് വെച്ച് ഭാവി പ്രവചിക്കുകയൊക്കെ ചെയ്യുന്ന കക്ഷികൾ അവിടെ ഉണ്ടെന്ന് ഇങ്ങനെ പറയപ്പെട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പൊ അവരുടെ പ്രൊട്ടക്ഷൻ വി സിമ്പിളാണ് അവർ ഉപയോഗിക്കുന്നത്. വി സിമ്പിൾ അവരുടെ സിമ്പിളായിട്ട്, ഈ ഫ്ലൈസിന്റെ സിമ്പിളായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോഴും പല ടീഷർട്ടുകളും അതുമൊക്കെ കാണുമ്പോൾ അതിന്റെ സൈഡിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വി അടിച്ചേക്കുന്നത് കാണാൻ കഴിയും. ഇപ്പൊ അതിന്റെ സിമ്പിളായിട്ട് ചിലയിടത്തൊക്കെ വി ഷേപ്പുകളൊക്കെ കാണാൻ കഴിയും. ഈ ഫ്ലൈസ് അവര് വിശ്വസിച്ചിരുന്നത് കറേജ് ആൻഡ് പ്രൊട്ടക്ഷൻ, ധൈര്യവും മാത്രമല്ല, ഇത് ഉണ്ടെങ്കിൽ മറ്റ് ഇൻസെക്ട് ബൈറ്റ്സിൽ നിന്ന് അവരെ രക്ഷിക്കുമെന്നുള്ളതാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഏത് തരം സാഹചര്യത്തെയും അതിജീവിക്കുവാനുള്ള അതിന്റെ ഒരു കഴിവ്, അത് ഡിറ്റർമിനേഷൻ ആയിട്ടാണ് അവർ കണ്ടിരുന്നത്. അതിന് രക്ഷപ്പെടാനുള്ള കഴിവും അതിന് അതിജീവിക്കാനുള്ള കഴിവും ഇതൊക്കെ അവർ വളരെ പുകഴ്ത്തി കണ്ടിരുന്നതാണ്. അവരുടെ പട്ടാളത്തിലൊക്കെ, അവരുടെ സൈന്യത്തിലൊക്കെ ഉന്നത നിലവാരം കരസ്ഥമാക്കുന്നവർക്ക് അവർ ഇപ്പോ നമ്മൾ ഈഗിൾ അല്ല പക്ഷി, ഈ പല രാജ്യങ്ങളും പരുന്തിന്റെ ഒക്കെ ഉള്ള ചിഹ്നം കൊടുക്കുന്നത് പോലെ അന്ന് അവിടെ ഈച്ചയുടെ ഇന്ത്യൻ മിലിറ്ററിയിൽ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. US മിലിറ്ററിയിലൊക്കെ പരുന്തിന്റെ ചിഹ്നമുള്ളത്, US UAE ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും പരുന്തിന്റെ ചിഹ്നമുള്ള ഇത് കൊടുക്കും. ഇന്ത്യൻ മിലിറ്ററിയിൽ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പരുന്തിന്റെ ചിഹ്നം കൊടുക്കുന്നുണ്ടോ എന്തോ, മേ ബി സൂസമ്മ മോസസ് സിസ്റ്റർ ക്യാൻ ആൻസർ. അങ്ങനെ കൊടുക്കുന്നുണ്ടോ പേരൻസ്? എനിക്കൊരു അറിവില്ല സർ. ഇല്ല. അപ്പൊ US മിലിറ്ററിയിലൊക്കെ അങ്ങനെ പരുന്തിന്റെ ചിഹ്നമുള്ളത് കൊടുക്കും. കാരണം അവരുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് അങ്ങനെ വരുന്നത്. ആ കറേജും പ്രൊട്ടക്ഷനും ഇതിനെ ദൈവം തകർത്ത് കളയുക, അത് അവർക്കൊരു ബാധയായി തീരുകയാണ്. അടുത്തത് ലൈഫ് സ്റ്റോക്ക് ആണ്. ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊക്കെ പരിചയമുണ്ട്. കാരണം ഇന്നും ഇന്ത്യയിലൊക്കെ എന്താ ആചരിക്കുന്നു? ഇന്ത്യയിൽ ലൈഫ് സ്റ്റോക്സിനെ ആരാധിക്കുന്നവരുണ്ട്, പശുവിനെ ആരാധിക്കുന്നവരുണ്ടല്ലേ. ഗോപൂജ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗോപൂജ കേട്ടിട്ടുണ്ട്, ഗോമാതാവ് ഇതൊക്കെ കേട്ടിട്ടില്ലേ? ഇങ്ങനെ പലതരത്തിൽ ലൈഫ് സ്റ്റോക്സിനെ ആചരിക്കുന്നവരുണ്ട്. അവിടുത്തെ ഗോമാതാവിന്റെ പേരാണ് HATHOR, ഹാത്തർ. HATHOR, ഹാത്തർ. കാളയും ദൈവമുണ്ട്. കാളയുടെ പേര് അപ്പീസ് എന്നാണ്, APIS, അപ്പീസ്. അപ്പൊ ഹാത്തറും അപ്പീസുമാണ് അവരുടെ ലൈഫ് സ്റ്റോക്ക് ഗോഡ്സ്. അതും അവരുടെ സമ്പന്നതയുടെ പ്രതീകമാണ്. അവരുടെ സമ്പന്നതയുടെ പ്രതീകം. അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇയ്യോബിന്റെ ഒക്കെ പുസ്തകങ്ങൾ പഠിക്കുമ്പോഴും അതിനുശേഷവും ഒക്കെ ഈ അടുത്ത കാലം വരെയും നമുക്കറിയാം നമ്മുടെ നാട്ടുകളിലൊക്കെ എത്ര തുറവുണ്ട് എന്നുള്ളത് പുറമേ നിന്ന് ഒരാൾ അനലൈസ് ചെയ്യുന്നത് എത്ര തുറവുണ്ടെന്ന് നോക്കിയായിരുന്നു. ഒരു 10-30 കൊല്ലം മുമ്പ് വരെ വീട്ടിൽ വന്നാൽ എത്ര തുറവുണ്ടെന്ന് നോക്കി അനലൈസ് ചെയ്യാറ്, എത്ര ലൈഫ് സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത്. ആ കാലഘട്ടം കണ്ട കുറച്ചു പേരെങ്കിലും ഇതിനകത്ത് ഉണ്ടായിരിക്കും. അവരുടെ ദൈവത്തിന്റെ പേരായിരുന്നു ഹാത്തർ, കൗ ഗോഡസ്. ആപ്പീസ്, ബുൾ ഗോഡ്. ആ സമ്പന്നതകളെ മുഴുവൻ ദൈവം തകർത്തു കളഞ്ഞു. അടുത്തത് ബോയിൽസ് ആണ്. ബോയിൽസ് എന്ന് പറഞ്ഞാൽ പുറത്തല്ല ഇങ്ങനെ ബോയിൽ. അതിന്റെ മലയാളം എന്താ പറയുക? ബാധയുടെ പരുക്കള് പുണ്ണായിട്ട് മാറും. അതെ അതെ. പരുക്കൾ. ഒരു മിനിറ്റ്, ഞാൻ ബോയിൽസ്, അതെ, പരുക്കളുണ്ടായി. പുറത്തല്ല, ബോയിൽസ് ഉണ്ടായി. അവരുടെ സൗഖ്യം നൽകുന്ന ദേവതയുടെ പേരാണ്
SEKHMET. SEKHMET. സെഖ്മെത്ത് ഹീലിംഗ് ഗോഡസ് ആയിരുന്നു. അവരുടെ സൗഖ്യം നൽകുന്ന ദൈവത്തിന് നിയന്ത്രിക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ മേൽ ആ ബാധ കടന്നു വരുവാൻ ഇടയായത്. അടുത്തതാണ് ഹെയിൽ. ആകാശത്ത് നിന്നും വീഴും കൽമഴ, ഹെയിൽ. അടുത്തത് ഹെയില. സ്പീഡ് കൂടുന്നുണ്ട്, ഓക്കെയാണ്. അടുത്തത് ഹെയില. അപ്പൊ അവർക്ക് ആകാശത്തിനൊരു ദൈവമുണ്ട് ഈജിപ്ഷ്യൻസിന്. അതിന്റെ പേരറിയാമോ? അതിന്റെ പേര് നട്ട് എന്നാണ്. NUT. ആകാശത്തിന്റെ ഈജിപ്ഷ്യൻ ദൈവത്തിന്റെ പേര് നട്ട് എന്നാണ്. വായുവിനൊരു ദൈവമുണ്ട് ഈജിപ്ഷ്യൻ ദൈവം. അതിന്റെ പേര് ഷൂ എന്നാണ്. SHU. നട്ട്, ഷൂ. നട്ട് ആകാശ ദൈവം, ഷൂ അറ്റ്മോസ്ഫിയറിന്റെ ദൈവം, വായുവിന്റെ ദൈവം. വെളിച്ചത്തിന്റെ ദൈവവും ഈ ആയിട്ടും ഷൂവിനെ കണക്ക് കൂട്ടിയിട്ടുണ്ട്. പേരിന്റെ അർത്ഥം ഹി ഹൂ റൈസസ് അപ്പ് എന്നാണ്. ഹി ഹൂ റൈസസ് അപ്പ്. ഈ ദൈവമാണ് ആകാശത്തിനെയും ഭൂമിയെയും വേർതിരിച്ചു നിർത്തുന്നത്. ഈ ദൈവം ഷൂ ആണ് ആകാശത്തിനെയും ഭൂമിയെയും വേർതിരിച്ച് നിർത്തുകയും ഇവിടെ ജീവൻ നിലനിൽക്കുവാനുള്ള സ്പേസ് ഉണ്ടാക്കി തരുന്നതുമായ ദൈവം ആരാണ്? ഈ ഷൂ ആണ്. ഓസ്ട്രിച്ചിന്റെ ഫെദറാണ്. ഫെദർ മീൻസ് കോഴിയുടെ ഫെദറിന് എന്തോ പറയുന്നത്, മലയാളം എന്തോ? റൈറ്റ്, താങ്ക് യു. അപ്പൊ ഓസ്ട്രിച്ചിന്റെ ഫെദർ ആണ് പുള്ളിയുടെ തലയിൽ വെച്ചു കൊടുത്തിരിക്കുന്നത്. അത് അപ്പൊ വായു ആണ്, അത് വളരെ ലൈറ്റുമാണ്, അത് വളരെ ലൈറ്റ്, ഭാരരഹിതവുമാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു സിമ്പിളായിട്ട് കണക്ക് കൂട്ടിയിരിക്കുന്നത്. വായുവിന്റെയും കാറ്റിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ ദൈവമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹമാണ് ഈ ഒരു അന്തരീക്ഷം, ഭൂമിക്കും ആകാശത്തിനും മധ്യ ഒരു അന്തരീക്ഷം നിലനിർത്തിയിരിക്കുന്നത്. അത് അതിന്റെ ബാലൻസും അതിന്റെ സന്തുലിതാവസ്ഥയും അതിന്റെ കാംനെസ്സും ഒക്കെ നിലനിർത്തുന്നത് ഈ ഷൂ ആണെന്നാണ് വിശ്വസിക്കപ്പെട്ടിരിക്കുന്നത്. അത് സൂര്യദേവന്റെ മകനായിട്ടാണ് കരുതുന്നത്. സൂര്യദേവന്റെ മകനായിട്ടാണ് അദ്ദേഹത്തെ കരുതുന്നത്. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഐസിസ്, അഗ്രികൾച്ചറിന്റെ ദൈവം. കൃഷിക്ക് വേണ്ടി വേറൊരു ദൈവമുണ്ട്, അത് ഐസിസ് എന്നാണ്. ഈ ദൈവം അവർക്ക് മേലൊക്കെ ന്യായവിധി നടത്തിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതിന്റെ ഒക്കെ മേലിൽ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ഗോഡ് കൺട്രോൾസ് ഹെവൻസ് ആൻഡ് ക്രോപ്സ്. മോശയുടെ ദൈവമാണ് ഹെവൻസ് ആൻഡ് ക്രോപ്സ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അടുത്തത് ലോക്കസ്റ്റ് ആണ്, വെട്ടിലാണ്. നിങ്ങൾ ഗൾഫിലൊക്കെ താമസിക്കുന്നവർ ഇപ്പോഴും, നമ്മുടെ നാട്ടിലുണ്ട് വെട്ടില്, ചെറിയ അളവ്. മറ്റേ കൂട്ടമായി പറന്നിറങ്ങുന്ന കാണണമെങ്കിൽ നിങ്ങൾക്ക് ഷാർജയുടെ ഏരിയയിലും ദുബായിയുടെ ഏരിയയിലും ഫുജറയുടെ ഏരിയയിലും ഒക്കെ കാണാം. സിറ്റിയിലോട്ട് വരത്തില്ല, അല്ല ഇച്ചിരി ഡെസേർട്ട് ഏരിയയിൽ ചെന്നാൽ ഇങ്ങനെ കൂട്ടമായി പറന്നിറങ്ങുന്ന കാണാം. കണ്ടിട്ടുള്ളവരുണ്ടോ?
ഒരു പ്രത്യേക ശരിയാണ്. ഗൾഫിൽ നിന്ന് പറന്ന് രാജസ്ഥാനിലോട്ടാ വന്നതെന്ന് ഞാൻ ഇങ്ങനെ വാർത്ത വായിക്കാം. അത് അവിടുന്ന് പറന്ന് രാജസ്ഥാൻ കണ്ട ഇച്ചിരിയേ ഉള്ളൂ, വീട്ടിൽ ഇത്രയേ ഉള്ളൂ സാധനം, നമ്മുടെ ഇത്രയേ ഉള്ളൂ. അത് പറന്ന് കൂട്ടമായിട്ട് പറന്ന് രാജസ്ഥാനിൽ വന്നിറങ്ങി. രാജസ്ഥാനിൽ ഇറങ്ങുന്നതിന് മുമ്പൊക്കെ സ്പ്രേ ചെയ്ത് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഗവൺമെന്റ്. എന്നിട്ടും കുറച്ച് വന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നല്ലേ. നമ്മുടെ കാണുന്ന വെട്ടില് പോലെ ഇരിക്കും, പക്ഷെ അതിനൊരു ചാര നിറമാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പച്ച വെട്ടില് പോലെ തന്നെയാണ്, പകരം ഒരു ചാര നിറമാണെന്നേ ഉള്ളത്. അത് പണ്ടുള്ള ഒരു വെട്ടം കാണാത്ത പോലെ ആകാശം മറച്ചു വന്നു ഒരു പ്രാവശ്യം. വെട്ടം മറഞ്ഞു പോയി, ആകാശം മറച്ചു വന്നു, അത്രയ്ക്ക് ഭയങ്കരമായിട്ട് വന്നു ഒരു പ്രാവശ്യം. നമ്പർ അത്രയാണ്, തിക്കായിട്ടാ പറഞ്ഞു വരുന്നത്. വെട്ടലിനേക്കാളും കുറച്ചും കൂടെ സൈസ് ഉണ്ടായിരുന്നു സർ. ശരി വലുത് കഴിക്കുന്നവരുണ്ടായിരുന്നു പണ്ടൊക്കെ. കൊഞ്ചു പോലെ ഇരിക്കുന്നൊക്കെയാ പറയുന്നത്, അവർ പിടിച്ച് കഴിക്കുമായിരുന്നു പറയാം. ഇപ്പൊ പക്ഷെ പറയും ഇത് ഞങ്ങള് വിഷം സ്പ്രേ, ആകാശത്തു നിന്ന് അവർ ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ വിഷമൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട്, അപ്പൊ പിടിച്ച് കഴിക്കരുത്, ഇത് പെസ്റ്റിസൈഡ്സ് സ്പ്രേ ചെയ്തതാണെന്ന് ഗവൺമെന്റ്സ് അഡ്വർടൈസ് ചെയ്യും. ലോക്കസ്റ്റ്, അപ്പൊ അവരുടെ ദൈവമാണ് ഒസീരിസ്, ക്രോപ്സിന്റെ. ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിളവുകളുടെ, അഗ്രികൾച്ചറിന് ഐസിസ് ഉണ്ട്, ക്രോപ്സിന് ഒസിരീസും ഉണ്ട്. ലോക്കസ്റ്റുകൾ അധികമായപ്പോൾ അവരുടെ ഫുഡ് സപ്ലൈ തന്നെ ബാധിക്കുന്നത് നിലയിലെത്തി. അടുത്തതാണ് അവരുടെ പ്രധാന ദൈവമാണ് റാ. റാ എന്നും റേ എന്നും പറയും. റേ എന്നും റേ എന്നും പറയും. ആറേ ഐ എന്നും ആറേ വൈ എന്നും ഒക്കെ മലയാളത്തിൽ എഴുതും. അതേത് ദൈവമാണ് അത് നിങ്ങൾക്ക് അറിയാം, ആ സ്പെല്ലിംഗ് എഴുതുമ്പോൾ അറിയാം. പ്രകാശത്തിന്റെ പ്രകാശം. റേ എന്ന് പറഞ്ഞാൽ രശ്മി. രശ്മി വരുന്ന എവിടുന്നാ? സൂര്യപ്രകാശം. അപ്പൊ സൂര്യദേവനാണ് ഈ റാ എന്ന് പറയുന്നത്, സൺ ഗോഡ് റാ. അപ്പൊ അവരുടെ രാജകീയ ദൈവമാണ് ഈ റാ എന്ന് പറയുന്നത്. കാരണം ഫറവോൻ ആരാണ്? ഫറവോൻ ആരുടെ? ലോകത്തിലെ പല പുരാതന, ഇപ്പൊ ജപ്പാൻ ഈ 3-4 കൊല്ലം മുമ്പ്, കുറച്ചു നാൾ മുമ്പ് 10-60 കൊല്ലം ഫിലിപ്പീൻസിലായിരുന്ന ഒരു മനുഷ്യനെ പിടിച്ചു. ഫിലിപ്പീൻസിലെ കാടുകളിൽ 60 കൊല്ലം ജീവിച്ചിരുന്നു ആ മനുഷ്യൻ. പട്ടാളക്കാരനാ, ജപ്പാൻ പട്ടാളക്കാരൻ. ആ മനുഷ്യന് പുറത്തിറങ്ങാൻ പറഞ്ഞിട്ട് ആ മനുഷ്യൻ പുറത്തിറങ്ങത്തില്ല. നിങ്ങള് ഫിലിപ്പീൻസുകാരാണ്, ഞാൻ ജപ്പാൻകാർ വന്നാലേ പുറത്തിറങ്ങുമെന്ന് പറയാം. 60 കൊല്ലം കഴിഞ്ഞു 2ാം ലോക മഹായുദ്ധം. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 2ാം ലോക മഹായുദ്ധം. നമുക്ക് പിന്നെ സ്വാതന്ത്ര്യം പോലും കിട്ടി. ഈ മനുഷ്യൻ 60-70 കൊല്ലം അതിനകത്ത് ജീവിച്ചു. വളരെ പ്രായമായി കാട്ടിനകത്ത് ജീവിക്കുക. ഈ മിലിറ്ററിക്കാർക്ക് ഇത് ഫോറസ്റ്റിൽ സർവൈവ് ചെയ്യാനുള്ള ടെക്നിക്സ് എല്ലാം പഠിപ്പിക്കും. അവര് മിലിറ്ററിയിൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് സർവൈവൽ ഭയങ്കര ട്രെയിനിങ്ങാണ്. പിന്നെ അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടി വയസ്സാകുന്നിടം വരെയും. അദ്ദേഹത്തിന്റെ വിശ്വാസം ജപ്പാൻ ഒരിക്കലും 2ാം ലോക മഹായുദ്ധം തോക്കത്തില്ല. അദ്ദേഹത്തിന്റെ അവസാനത്തെ അറിവിൽ ജപ്പാൻ ചൈന മുഴുവൻ പിടിച്ചെടുത്തു, ഫാർ ഈസ്റ്റ് മുഴുവൻ പിടിച്ചെടുത്തു. ഇത് അദ്ദേഹത്തിന്റെ അറിവ്. അദ്ദേഹം ഫിലിപ്പൈൻസിലെ കാട്ടിനുള്ളിലായിപ്പോയി. ഈ ചൈനക്കാര് വീണ്ടും ഭരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നും ജപ്പാൻ 2ാം ലോക മഹായുദ്ധത്തിൽ തോറ്റു പോയെന്നും ഇത് വീണെന്നൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല. പുള്ളി പറയുന്നത് ജപ്പാന് തോക്കാൻ കഴിയത്തില്ല. കാരണം ജപ്പാൻ ഭരിക്കുന്ന ആരാണ്? ജപ്പാൻ ഭരിക്കുന്നത് സൂര്യദേവന്റെ മകനാണ്. ജപ്പാനീസ് രാജവംശത്തെ കുറിച്ച് അവരങ്ങനെ വിശ്വസിക്കുന്നത്. ദൈവത്തിന് തോക്കാൻ കഴിയത്തില്ല. ആ വംശം തന്നെയാണ് ഇന്നും ഭരിക്കുന്നത്. ദൈവത്തിന് തോക്കാൻ കഴിയത്തില്ല. ഞങ്ങളുടെ ജപ്പാൻ ഭരിക്കുന്നത് ദൈവമാണ്. അപ്പൊ നിങ്ങൾ ഇന്ത്യൻ കഥകൾ എടുത്താലും, ലോകത്തിലെ ഗ്രീക്ക് കഥകൾ എടുത്താലും, റോമൻ കഥകൾ എടുത്താലും, ഇതെല്ലാം ഇവർ ക്ലെയിം ചെയ്യുന്നത് എന്താണ്? ഇവരെല്ലാം ദൈവത്തിന്റെ സന്തതികളായിട്ടാണ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോ റാ എന്ന് പറയുന്നത് സൺ ഗോഡാണ്. ഇരുട്ട് വന്നപ്പോൾ അവിടുത്തെ ഏറ്റവും ശക്തിമാനായ ദൈവസങ്കല്പത്തിന്റെ മേൽ ദൈവത്തിന് അധികാരമുണ്ടെന്ന് തെളിയുക. ഏറ്റവും ശക്തിമാനായ ദൈവസങ്കല്പത്തിന്റെ മേൽ ദൈവത്തിന് അധികാരമുണ്ടെന്ന് തെളിയുകയാണ്. റായുടെ മേലിലും അധികാരമുള്ള ഒരു ദൈവം.
അടുത്തത് ആദ്യജാതന്മാരുടെ ആണ്. അതിന്റെ ഇടയ്ക്ക് ഒരെണ്ണം പറഞ്ഞിട്ടില്ല, നാറ്റ്സ് പെയിൻ, അത് ഞാൻ വരാം. അത് കാരണം അതൊരു ദൈവസങ്കല്പം അല്ലാത്തതാണ്. ഫസ്റ്റ് ബോൺ, ആദ്യജാതന്മാർ. ഫറവോയാണ് ദൈവത്തിന്റെ ആദ്യജാതൻ. ആരാണ്? ഫറവോയാണെന്നാണ് അവരുടെ വെപ്പ്. ഈ സങ്കല്പം വരാൻ ഒരു കാരണമുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ദൈവം ഭൂമിയിൽ മനുഷ്യനായി വരുമെന്നും മനുഷ്യനെ വീണ്ടെടുക്കുമെന്നും ഉള്ളത് ആദാമ്യ സന്തതി മുതൽ, നോഹയുടെ കാലഘട്ടം മുതൽ ലോകത്തിലെ സകല ജനത്തിനും അറിവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പുതിയ ട്രൈബ്സിനെ ഒന്നും കണ്ടുപിടിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ നമുക്ക് പുതിയ ഗോത്രങ്ങളെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോൾ ഇനി കണ്ടുപിടിക്കാനുള്ളത് നമ്മുടെ ആൻഡമാൻസിലുള്ള കുറച്ച് ഗോത്രങ്ങളാണ്. പക്ഷെ അവിടെ നമുക്ക് അടുത്ത് ചെല്ലാൻ ഒക്കത്തില്ല. അവരുമായിട്ട് അടുത്ത് ചെന്നാൽ അവർ നമ്മളെ കൊല്ലും. അവർ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ലോകത്തിലെ ആഫ്രിക്കയിലെയും ഒക്കെ പല ട്രൈബ്സും. പിന്നെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തും പതുക്കനെ അനേകരുടെ ജീവൻ വെടിഞ്ഞും ഒക്കെ തന്നെയാണ് അവരെയും മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുവാൻ, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായത്. ഈ ട്രൈബ്സിന്റെ അടുക്കലൊക്കെ ചെല്ലുമ്പോൾ ദൈവം വരുമെന്നും മനുഷ്യനെ രക്ഷയൊരുക്കുമെന്നുള്ളൊരു കഥ അവരുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ പ്രളയം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കഥയും മിക്കവാറും എല്ലാം കണ്ടുപിടിച്ച ട്രൈബ്സിന്റെ ഇടയിലുമുണ്ട്. അപ്പോൾ ദൈവം വരുമെന്നുള്ളത് കൊണ്ട് ഈ രാജാക്കന്മാർ തങ്ങളുടെ അധികാരം ഊട്ടി ഉറപ്പിക്കാൻ അവര് പറഞ്ഞു പിടിപ്പിക്കുന്ന ഒരു കഥയാണ് തങ്ങൾ ആരാണ്, തങ്ങൾ സൂര്യപുത്രനാണെന്നും തങ്ങൾ ദൈവപുത്രനാണെന്നും ഒക്കെയുള്ള കഥകൾ അങ്ങ് പറഞ്ഞു പഠിപ്പിക്കും. അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഫറവോ ഡിവൈൻ സൺ ഓഫ് റാ ആയിട്ടാണ് ഫറവോമാരെ കണക്കൂട്ട് ചെയ്യുന്നത്. ഡിവൈൻ സൺ ഓഫ് റാ. അടുത്ത ഭരണാധികാരികളായിട്ട് വരേണ്ടവർ ആ കുടുംബത്തിലെ ആദ്യജാതന്മാരെ മുഴുവൻ, ഈജിപ്തിലെ ആദ്യജാതന്മാരെ മുഴുവൻ അന്ന് സംഹാരദൂതൻ കടന്നു വന്നപ്പോൾ അവരൊക്കെ മരിച്ചു വീണപ്പോൾ അവരുടെ ഒക്കെ മേൽ അധികാരമുള്ള ഒരു ദൈവം അവർക്ക് ദൃശ്യമായി. നമ്മൾ പറയാൻ വിട്ടുപോയ ഒരെണ്ണമാണ് നാറ്റ്സ്. ഈ പേനുകൾ വളരെ ചെറിയ ജീവികൾ, ചെറിയ ജീവികളുടെ മേലും, ചെറിയ പൊടി പോലെയുള്ള ജീവികളുടെ മേലും ദൈവത്തിന് അധികാരമുണ്ടെന്ന് കണ്ടപ്പോൾ മജീഷ്യന്മാർ പറഞ്ഞു ഇത് ദൈവത്തിന്റെ കൈയാണെന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. ഇത്രയുമാണ് ഇതിന്റെ ഏകദേശ ഐഡിയ. ഇത് മതിയോ? ഇതിന് വിശദമായി പറയണമെങ്കിൽ ഞാൻ നോട്ട്സ് വളരെ സമയമെടുത്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ആവശ്യമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ഏതെങ്കിലും കൂടുതൽ വിവരം അറിയേണ്ടതുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് സ്കിപ്പ് ചെയ്യാമല്ലോ അല്ലേ? സ്ക്രീൻ കാണാമല്ലോ, നമ്മുടെ ഒറിജിനൽ PDF. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ട്. ഇത് എവിടം വരെ എടുത്തു എന്ന് ഞാൻ മറന്നുപോയി. എവിടം വരെ എടുത്തെന്ന് വെച്ചാൽ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യും. ഇതെടുത്തു, ഇത് കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് അബ്രഹാമിന്റെ യാത്ര എടുത്തു, പെട്രിയാർക്കിക്കൽ ഡിസ്പെൻസേഷൻസ് എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കവനൻസും എടുത്തല്ലോ. 10 പ്ലേഗ്സ് നമ്മളിപ്പോ കഴിഞ്ഞു. ഇതാണ് സീനായി പെനിൻസുല. ഇത് ഞാൻ എടുത്തില്ലായിരുന്നു. ഇതാണ് അവരുടെ കനാൻ യാത്ര. ക്ലാസ്സിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതൊന്നും കൂടെ എടുക്കേണ്ടതുണ്ടോ? എടുത്തല്ലോ. ഇതാണ് കനാൻ യാത്ര. ഇതാണ് സീനായി പെനിൻസുല. ഇത് എടുത്തു ഞാൻ വിശ്വസിക്കുന്നു. എടുത്തു. സമാഗമന കൂടാരോ സാറേ? സമാഗമന കൂടാരോ ഇത് എടുത്തു. ഇത് എടുത്തു.
ഇതെല്ലാം എടുത്തല്ലോ. ഞാൻ കേട്ടു. ഇതിന്ന് പഠിക്കണം. യാഗങ്ങൾ എടുത്തായിരുന്നു. ഇല്ല ഇല്ല ഓ, ഇല്ല. ഇല്ല 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 യാഗങ്ങൾ എടുക്കാം. ലേവിയ യാഗങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നേരം ലേവിയ യാഗങ്ങളെ കുറിച്ചാണ്. എത്ര യാഗങ്ങളുണ്ട്? 5 യാഗങ്ങൾ. ഏതൊക്കെയാ? ഭോജനയാഗം, വേണ്ടോ? സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. ബോധനയാഗം, പാപയാഗം. അകത്യാഗം. 1-ാം അധ്യായത്തിൽ പറയുന്ന യാഗം ഏതാ? സാറിന് എടുത്തതാ സാറേ. എടുത്താണോ? എടുത്തു. ഇത് പഠിപ്പിച്ചതാ. ആ അയ്യോ സോറി. നോട്ടുണ്ട്. ആണോ? ആ സോറി. ഇത് പഠിപ്പിച്ചതാ. പഠിപ്പിച്ചതാണ്. അവരുടെ രാജ്യം വിഭജിച്ചെടുത്തത് പഠിച്ചായിരുന്നു. ഓരോ ഗോത്രവും ഇതെടുത്തില്ല. ഇതും എടുത്തല്ലോ. പഴയ നിയമം കഴിഞ്ഞു, അത് എടുത്തു. ഇതും എടുത്തു. മോശയുടെ ജീവിതം ജഡ്ജസ്. ഒരു ബുക്ക് ഞാൻ സാമ്പിളായിട്ട് എടുത്തില്ലല്ലോ. ഇതൊന്നൊക്കെ പറയാം. മറ്റു ബുക്കൊക്കെ നിങ്ങൾ തന്നെ ഇന്റർനെറ്റിൽ കണ്ടുപിടിച്ച് ഇതുപോലെ പഠിച്ചാൽ മതി. ഇതിപ്പോ ബുക്ക് ഓഫ് ജഡ്ജസ് ആണ്. പെന്റാറ്റൂക്ക് എടുക്കുന്ന സാർ എടുക്കും. എന്നാലും ഞാൻ ഇതൊന്ന് സാമ്പിളായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ബുക്ക് ഓഫ് ജഡ്ജസിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ഇത് ജഡ്ജസ് എന്ന് പറയുമ്പോൾ ന്യായാധിപന്മാർ. എത്ര അധ്യായങ്ങളുണ്ട്? 5 എത്രയുണ്ട്? എത്ര അധ്യായങ്ങളുണ്ട്? 21. 21. അപ്പൊ 1ഉം 2ഉം അധ്യായങ്ങളിൽ എന്താ പറയുന്നത്? Introduction to the judges. ഇൻട്രൊഡക്ഷൻ ടു ദ ജഡ്ജസ്. അടുത്ത ഡിവിഷൻ 3 മുതൽ 5 വരെ. അതിനകത്ത് എന്താ പറയുന്നത്? ഫസ്റ്റ് 5 ജഡ്ജസ്. ആദ്യത്തെ 5 ന്യായാധിപന്മാർ. ന്യായാധിപന്മാരുടെ ലിസ്റ്റ് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഇല്ലെങ്കിൽ താഴോട്ട് കാണിച്ചു തരാം. നിങ്ങളുടെ ഒരു അസൈൻമെന്റ് ആണ്. നിങ്ങൾ ന്യായാധിപന്മാരുടെ ലിസ്റ്റ് നിങ്ങളുടെ അസൈൻമെന്റ് ബുക്കിൽ എഴുതണം. Yes, sir. ഇസ്രായേലിന്റെ ന്യായാധിപന്മാർ. ന്യായാധിപന്മാർ എന്ന് പറഞ്ഞാൽ രാജഭരണത്തിനും മോശയ്ക്കും ഇടയ്ക്ക് ഉള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Yeah. ന്യായാധിപന്മാരുടെ കാലഘട്ടം. അതായത് ദൈവം രാജാവായിരിക്കുന്ന കാലഘട്ടത്തെയാണ്. യോശുവയിൽ തുടങ്ങണമെന്നില്ല, യോശുവയിൽ തുടങ്ങേണ്ടവർക്ക് തുടങ്ങാം. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് 5 ജഡ്ജസ്. അടുത്ത 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ ഏതൊക്കെയാണ്? ഗിദെയോന്റെ കഥയാണ്. 9 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ Gideon's son. ആൻഡ് 6 ജഡ്ജസ്. ഗിദെയോന്റെ മകനും പിന്നെ 6 ന്യായാധിപന്മാരുടെയും കഥയാണ്. 13 മുതൽ 16 വരെ ശിംശോൻ അല്ലെങ്കിൽ സാംസന്റെ കഥയാണ്. 17 മുതൽ 21 വരെ The example of national degradation. ദേശീയ ഡീഗ്രഡേഷന്റെ മലയാളം ഉണ്ട്. താഴ്ന്നു പോകുക എന്നുള്ളതിന് അപകീർത്തി, അപജയം, അപജയം. അപജയം. ദേശീയ അപജയത്തിന്റെ കാലഘട്ടമാണ് 17 മുതൽ 21 വരെയുള്ള കാലഘട്ടം. ഡെലിവറൻസിന്റെ കാലഘട്ടമാണ്, വിടുതലിന്റെ കാലഘട്ടമാണ് ഈ 3 മുതൽ 16 വരെ. ഡിപ്രേവിറ്റി, അപജയത്തിന്റെ കാലഘട്ടമാണ്. ധാർമ്മിക അധപ്പതനത്തിന്റെ കാലഘട്ടമാണ് 17 മുതൽ 21 വരെ. ഡിറ്റീരിയോറേഷൻ എന്ന് പറഞ്ഞാലും അധപ്പതനമാണ്.
ഒന്നും രണ്ടും അധ്യായങ്ങളിൽ അവർ ലാക്സിറ്റി എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ശ്രദ്ധ കൊടുക്കാതെ അലസമായിരിക്കുന്ന കാലഘട്ടം ഇസ്രായേൽ. 3 മുതൽ 16 വരെയുള്ള കാലഘട്ടം സിൻ സെർവിറ്റ്യൂഡ് ആൻഡ് സാൽവേഷൻ, പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു ചക്രമാണ്. മനുഷ്യൻ പാപം ചെയ്യും, ദൈവം ആരെങ്കിലും എഴുന്നേൽപ്പിക്കും, വിടുതൽ വരും, വീണ്ടും പാപം ചെയ്യും. ഇതാണ് യഹൂദന്മാരുടെ ഇടയിൽ ഈ ന്യായപ്രമാണ കാലഘട്ടത്തിൽ നടന്ന ആ ഒരു സർക്കിളിനെ പറയുന്നത്. ഷോക്കിംഗ് ഡിക്ലൈൻ ആണ് അവസാനത്തെ 5 അധ്യായങ്ങൾ. 17 മുതൽ 21 വരെയുള്ള കാലഘട്ടം. അപ്പൊ ഇതെവിടെ വെച്ചാൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലേസ് കനാൻ ആൻഡ് ട്രാൻസ് ജോർദാൻ. കനാനും യോർദാന്റെ അക്കരെ, ട്രാൻസ് ജോർദാനാണ് ഇന്നത്തെ യോർദാൻ രാജ്യത്തിന്റെ ഭാഗം വരും ഈ ട്രാൻസ് ജോർദാൻ എന്ന് പറയുന്നത്. എന്നാണ് സംഭവിക്കുക? എത്ര കാലഘട്ടം എടുത്തു? ഏതാണ്ട് 350 വർഷത്തെ ചരിത്രമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ആരെഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശമൂവേൽ പ്രവാചകൻ എഴുതി എന്ന് വിശ്വസിക്കപ്പെടും. ഈ ടൈപ്പ് ചാർട്ട് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വെറുതെ ഹെഡിങ് ഇതുപോലെ ബുക്ക് ഓഫ് ജഡ്ജസ് എന്നതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്കിന്റെ പേരടിക്കുമ്പോൾ ഇതുപോലെയുള്ള ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യണം. ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ലഭിക്കുന്നതാണ്. ജഡ്ജസിന്റെ ഒക്കെ പേരും കാലഘട്ടവും എത്ര വർഷമാണെന്നുള്ളതും ഇത് എടുത്തില്ലേ? എടുത്തതാ സാർ, എടുത്തതാ. എടുത്തതാണല്ലോ. നമ്മൾ കഴിഞ്ഞോ? ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ? ഇത് ഇസ്രായേൽ 2 ശേഷമുള്ള ഫോട്ടോയാണ്. മുകളിൽ ഇസ്രായേലും താഴെ ജുഡിയയും ജൂത. ഇത് എടുത്തല്ലേ? രാജാക്കന്മാരുടെ ലിസ്റ്റ് എടുത്തായിരുന്നു? എടുത്തെടുത്തു. എടുത്തു. ഇത് അത് തന്നെയാണ്. എങ്കിലും അവർ ഭരിച്ച വർഷമാണ് 1050 തുടങ്ങി 1010 വരെ. ആര് ഭരിച്ചു? ശൗല് സ്റ്റാർട്ട് ഗുഡും എൻഡ് ഈവിളുമായിരുന്നു. നല്ലതിൽ തുടങ്ങി, എന്നാൽ ദൈവത്തിൽ നിന്ന് അകലുന്ന രീതിയിൽ അത് അദ്ദേഹത്തിന്റെ അവസാനം. അത് ഏത് വാക്യങ്ങളിലൊക്കെ പറയുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെ ദാവീദ്, അവരുടെ കാലഘട്ടത്തിലുള്ള പ്രവാചകനാണ് ശമൂവേൽ. ശൗലിന്റെ കാലഘട്ടത്തിലുള്ള പ്രവാചകൻ. ദാവീദിന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ ശമൂവേലും നാഥാനും. ഇങ്ങനെ താഴോട്ട് എല്ലാ രാജാക്കന്മാരുടെയും കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രവാചകനും അവരുടെ സ്റ്റാർട്ട് എൻഡ് ഗുഡ് ഈവിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്വയം വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് എല്ലാം കൂടെ വായിച്ചു പോകാനുള്ള സമയം ഇല്ല. ഇതും എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കും. ഒരുമാതിരി എല്ലാമൊക്കെ കഴിഞ്ഞു. പ്രോഫറ്റ്സും എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കും. ഇവിടെ മുതലല്ലേ എടുക്കാനുള്ളത്? ഇവിടെ മുതലല്ലേ എടുക്കാനുള്ളത്? ഇതെടുത്തില്ലല്ലോ. 2 ദിനവൃത്താന്തം 36-22 വായിക്കാം. മുപ്പത്താറിന്റെ 2 ദിനവൃത്താന്തം 36 23 വരെ ഉള്ളൂ. 23 വരെ. കേട്ടില്ല? 22. വായിച്ചോളൂ. എന്നാൽ ഇരമ്യ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർശ്യ രാജാവായ കോരശിന്റെ മനസ്സുണർത്തി. അവൻ തന്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തതെന്നാൽ പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരുശലേമിൽ
അവൻ ഒരു ആലയം പണിവാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കട്ടെ, അവൻ യാത്ര പുറപ്പെടട്ടെ. പ്രവാസത്തിൽ നിന്നൊരു മടങ്ങിയവരമാണ് നമുക്ക് കാണാൻ കഴിയും. റിട്ടേൺ ഓഫ് ദ എക്സൈൽസ്. നമ്മൾ എന്താ പറയുന്നത് ഇതിന്? അങ്ങോട്ട് പോകാൻ എന്താ നാം പറയുന്നത്? എക്സൈൽ. തിരിച്ചു വരുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? റിട്ടേൺ ഓഫ് ദ എക്സൈൽസ്. EXILES. പഴയ നിയമ പ്രവാചകന്മാർ ഇതൊക്കെയും സംഭവിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരോട് പ്രവചിച്ചിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നിങ്ങളുടെ മുന്നിൽ രണ്ട് കാര്യങ്ങൾ വെച്ചിരുന്നു. എന്തൊക്കെയാണ്? ബ്ലെസ്സിങ്സ് ഓർ കേഴ്സസ്. രണ്ട് കാര്യങ്ങളാണ്. അവർ ദൈവത്തെ അനുസരിച്ചാൽ അവർക്ക് അനുഗ്രഹങ്ങളും, ശാപങ്ങൾ എങ്ങനെയാണ്? ദൈവത്തെ അനുസരിക്കാതെ ഇരുന്നാൽ അവർക്ക് ശാപങ്ങളും. അതുകൊണ്ട് മോശ അവരോട് മുൻകരുതൽ എന്ന വണ്ണം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ഒരിക്കലും ദൈവത്തെ അനുസരിക്കാതെ ഇരിക്കരുതെന്ന്. അങ്ങനെ അനുസരിക്കാതെ ഇരുന്നാൽ എന്ത് സംഭവിക്കും? ദൂരെയുള്ള രാഷ്ട്രങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. കഴുകൻ വരുന്നത് പോലെ പറന്നു വരും. നിങ്ങൾ അറിയാത്ത ഭാഷയുള്ളവർ, നിങ്ങൾക്ക് മനസ്സിലാകാത്തവർ, അവർ വന്ന് നിങ്ങളെ കീഴടക്കി കളയും. അവർ നിങ്ങളുടെ മുതിർന്നവരോടോ ചെറുപ്പക്കാരോടോ യാതൊരു ദയാദാക്ഷിണ്യവും കാണിക്കാത്തവരായിരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ എണ്ണത്തിൽ വളരെ കുറഞ്ഞു പോകും. നിങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആയിരുന്നാലും നിങ്ങൾ കുറയുവാനുള്ള കാരണം നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇസ്രായേലും പിന്നീട് യഹൂദയും എങ്ങോട്ട് പോകുന്നത്? പ്രവാസത്തിലേക്ക് പോകുന്നത്. ഇസ്രായേലിന്റെ കഥ അവിടെ തീരുകയാണ്. നമുക്കറിയത്തില്ല പിന്നെ ഇസ്രായേലിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഇനി നമ്മൾ കാണുന്നത് ഈ രാജാക്കന്മാരെ എല്ലാം നമ്മൾ കണ്ടു. കിങ്സ് ഓഫ് ഇസ്രായേൽ, കിങ്സ് ഓഫ് താഴെ കിങ്സ് ഓഫ് ജൂഡയാണ്. അസൂർ നാസിർ പാൽ, ഇദ്ദേഹമാണ് അസീറിയൻ കിങ്. അസീറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇറാഖിലുള്ളതാണ്, സിറിയ അല്ല. അസീറിയ എന്ന് പറഞ്ഞാൽ ഞാനത് മാപ്പ് കാണിച്ചു തന്നിരുന്നു. ഇന്നത്തെ ഇറാഖിനകത്തുള്ള അസൂർ നാസിർ പാലാണ്. 885 മുതൽ 860 വരെ അസീറിയ ഭരിച്ചിരുന്ന വ്യക്തിയുടെ പേരാണ് അസൂർ നാസിർ പാൽ രണ്ടാമൻ. 885 മുതൽ 860 വരെ, അതായത് നമ്മുടെ ഓമ്രിയും ആഹാബും ഇസ്രായേൽ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അസീറിയ ഭരിച്ചിരുന്നവരായിരുന്നു അസൂർ നാസിർ പാൽ. അടുത്തത് ഷൽമനേസർ മൂന്നാമനാണ്. അദ്ദേഹം 860 മുതൽ 825 വരെ ഭരിച്ചു. ഈ യുദ്ധങ്ങളൊക്കെ നിങ്ങൾ വേദപുസ്തകത്തിൽ പിന്നെ കാണും. ഞാനിപ്പോ പേര് മാത്രമേ പറയുന്നുള്ളൂ. ഷൽമനേസർ മൂന്നാമൻ, അദ്ദേഹം 860 മുതൽ 825 വരെ ഭരിച്ചു. 860 മുതൽ 825 വരെ ഭരിച്ചു. ഏതാണ്ട് നമ്മുടെ അഹസ്യയും യോരാമും ഒക്കെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഭരിച്ചത്. യേഹു ഒക്കെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഭരിച്ചിരുന്നു. അടുത്തത് ടിഗ്ലത്ത് പിലേസർ ആണ്. അദ്ദേഹം 747 മുതൽ 727 വരെ ഭരിച്ചിരുന്നു. ഷൽമനേസർ അഞ്ചാമൻ 727 മുതൽ 722 വരെ ഭരിച്ചിരുന്നു. സാർഗോൺ രണ്ടാമൻ 722 മുതൽ 705 BC വരെ ഭരിച്ചിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇസ്രായേലിന്റെ ചരിത്രം അവസാനിപ്പിക്കുന്നത്. ഈ സാർഗോൺ രണ്ടാമന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിന്റെ ചരിത്രം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നത്. അതിന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് വേദപുസ്തകം നമ്മൾ പറയുന്നില്ല. നമ്മൾ അവരെ ഒരു പേര് വിളിക്കും. എന്താ വിളിക്കുന്നത്? ഇസ്രായേലിനെ നമ്മളൊരു പേര് വിളിക്കും. എന്താ വിളിക്കുന്നത്? ദ ലോസ്റ്റ് 10 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ.
ദ ലോസ്റ്റ് 10 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ. പറഞ്ഞു തന്നില്ലായിരുന്നു? ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ അടുത്തത് യഹൂദ രാജാക്കന്മാരും അവരുടെ കാലഘട്ടവുമാണ്. അവരാണ് ബാബിലോണിയൻസ് ആണ് യഹൂദ രാഷ്ട്രം കീഴടക്കുന്നത്. ഈ ബാബിലോണിയൻസ് ആദ്യം അസീറിയ കീഴടക്കുന്നത് കൊണ്ട് പിന്നീട് അവർ യഹൂദ രാഷ്ട്രവും കീഴടക്കുന്നുണ്ട്. എത്ര കൊല്ലം അടിമത്തത്തിൽ അല്ലെങ്കിൽ പ്രവാസത്തിൽ യഹൂദ ജീവിച്ചു? നമ്മൾ നേരത്തെ വായിച്ച സൈറസിന്റെ കൽപ്പന വരുന്നിടം വരെ എത്ര കൊല്ലം അവർ അടിമത്തത്തിൽ ജീവിച്ചു? 29 വർഷം. 70 കൊല്ലം. 586 മുതൽ 516 വരെ. ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കാലഗണന മാറും ചിലതിനകത്ത്. എന്നാലും ഏകദേശം 70 കൊല്ലമാണ് അവരുടെ പ്രവാസ കാലഘട്ടം. 70 കൊല്ലം, 70 ഇയർ ക്യാപ്റ്റിവിറ്റി. 70 കൊല്ലത്തെ പ്രവാസമാണ് യഹൂദയുടേത്. 585 മുതൽ 516 വരെ. അവരുടെ തന്നെ അസീറിയയുടെ രാജാക്കന്മാരാണ് പിന്നെ വരുന്നത്. സെന്നക്രിബ്, എസ്ആർ ഹദോൻ, അസൂർ ബാനിപ്പാൽ. ആ സമയത്ത് തന്നെ നെബോപോളാസറാണ് ഇസ്രായേൽ അല്ലല്ലോ, ബാബിലോണിയൻ സാമ്രാജ്യം വിസ്തൃതമാക്കുന്ന നെബോപോളാസറാണ്. പിന്നീടാണ് നെബൂഖദ്നേസർ വരുന്നത്. നമ്മൾ നെബൂഖദ്നേസർ എന്ന് മലയാളത്തിൽ പറയുന്നു. അപ്പോ അത് 3 പേരുകൾ ചേർന്നതാണ്. നെബൂഖദ്നേസർ വരുന്നു, പിന്നീട് ബേൽഷസർ വരുന്നു. അവിടെ നമുക്കറിയാവുന്നതുപോലെ ബാബിലോണിയ സാമ്രാജ്യം തകരുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ബേൽഷസറിന്റെ സാമ്രാജ്യം തകരുകയും ആര് കടന്നു വരികയും ചെയ്യുന്നു? അതെ, മെഡോ പേർഷ്യൻ. രണ്ട് സാമ്രാജ്യങ്ങളാണ്, മേദിയും പേർഷ്യയും. അത് രണ്ടും ഒരുമിച്ച് ആവുന്നതാണ് മെഡോ പേർഷ്യൻ. അത് ഇന്നത്തെ ഏത് രാജ്യമായിട്ട് വരും? ഇന്നത്തെ ഇറാഖാണ് ബാബിലോണിയ. ഇറാഖിന്റെ ഒരു ഭാഗം തന്നെ ആയിരുന്നു ഈ അസൂർ ബാനിപ്പാലൊക്കെ ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ സർഗോൺ മൂന്നാമൻ ഭരിച്ചിരുന്ന അസീറിയ എന്ന് പറയും. അതിനുശേഷം സൈറസ്, ദാര്യാവേഷ്, കിങ് അർത്ഥശാഷ്ടാവ്, അങ്ങനെ മലയാളം എന്താണ്? അർട്ടാസെർസസിന്റെ മലയാളം എന്താണ്? അഹശ്വേരോഷ്. ഇതാണ് ഇറാനിയൻ എംപയർ അല്ലെങ്കിൽ പേർഷ്യൻ എംപയറിലെ രാജാക്കന്മാര്. ഇവരാണ്. ഒരു ഏകദേശ ഐഡിയ കിട്ടിയോ? ഇനി അസീറിയൻ എംപയറിലേക്ക് നമുക്ക് ഒന്നും കൂടെ വരാം. അസീറിയൻ എംപയർ അല്ലെങ്കിൽ അസീറിയ എന്ന് വിളിച്ചിരുന്നു. അതും മെസപ്പൊട്ടേമിയൻ കിങ്ഡം ആയിരുന്നു. അബ്രഹാമിന്റെ യാത്രാ സമയത്ത് ഞാൻ അസീറിയ കാണിച്ചു തന്നിരുന്നു. ഏഷ്യന്റെ നിയറസ്റ്റ് ലെവന്റ് ഏരിയയിലുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഈ അസീറിയ എന്ന് പറയുന്നത്. ഒരുപക്ഷെ 25th സെഞ്ചുറി BC-യിൽ തന്നെ അതിന്റെ ആദിമ കാലഘട്ടം തുടങ്ങിക്കാണും. അതൊരു നഗര രാഷ്ട്രമായി തുടങ്ങിക്കാണും. അതില്ലാതെ ആകുന്നത് ഏതാണ്ട് 612 BC അല്ലെങ്കിൽ 609 BC സമയത്തിലാണ് അത് ഇല്ലാതാകുന്നത്. അതായത് നമ്മൾ മനുഷ്യന്റെ കാലഘട്ടം പറഞ്ഞാൽ ഏർലി ടു മിഡിൽ ബ്രോൺസ് ഏജ്. സ്കൂളിൽ പഠിക്കത്തില്ലേ എന്ത് വെങ്കല കാലഘട്ടം? ബ്രോൺസ് ഏജിന് എന്താ പറയുന്നത്? അയൺ ഏജ്, ബ്രോൺസ് ഏജ് എന്നൊക്കെ പഠിക്കുമ്പോൾ ബ്രോൺസ് ഏജ് എന്താണ്? വെങ്കല കാലഘട്ടം എന്നല്ലേ സ്കൂളിൽ പഠിച്ചിട്ടില്ലയോ ഹിസ്റ്ററി ആരും? ബ്രോൺസ് ഏജ് എന്താണ്? വെങ്കല കാലഘട്ടം എന്നുണ്ടോ മലയാളത്തിൽ? ഇല്ലേ? ഉണ്ടോ? വെങ്കല യുഗം. അപ്പൊ ഏർലി ടു മിഡിൽ വെങ്കല യുഗ കാലഘട്ടത്തിലാണ് ഏത് സാമ്രാജ്യം നിലനിന്നിരുന്നത്? ഈ അസീറിയൻ എംപയർ നിലനിന്നിരുന്നത്. അത് പിന്നീട് ഈ ഇരുമ്പ് കാലഘട്ടം അല്ലെങ്കിൽ ഇരുമ്പ് യുഗം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ ഇരുമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയ മുതലുള്ള കാലഘട്ടത്തിന് നമ്മൾ എന്താ പറയുന്നത്? ഇരുമ്പ് യുഗം എന്നാണ് പറയുന്നത്. മനുഷ്യൻ ഇരുമ്പ് കണ്ടുപിടിക്കുക, അത് ഉപയോഗിക്കാൻ തുടങ്ങി.
അയണേജ്. അതെ, അയണേജ്. അത് മലയാളം ഉണ്ടോന്ന് വെച്ചു. മലയാളം ഉണ്ടോ? ഓക്കെ. അയണേജ് വരെ നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമാണ് അസീറിയൻ എംപയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ തിരിക്കുന്നത് ഏർലി പീരീഡ് എന്നുള്ളതാണ്. 2500 മുതൽ 2025 BC വരെ. ഓൾഡ് പീരീഡ്, ഓൾഡ് എംപയർ പീരീഡ് ആണ് 2025 മുതൽ 1378 വരെ. മിഡിൽ അസീറിയൻ എംപയർ ആണ് 1392 മുതൽ 934 വരെ. നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ എന്നാണ്, പുതിയതെന്നാണ് നിയോയുടെ അർത്ഥം, ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം. നിയോ അസീറിയൻ എംപയർ ആണ് 911 മുതൽ 609 വരെ, അതായത് യേശുക്രിസ്തുവിനും 609 കൊല്ലം മുമ്പ് വരെ. ഈ അസീറിയൻ എംപയർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് മെഡിറ്ററേനിയൻ സീ ആണ്, ഇത് പേർഷ്യൻ ഗൾഫാണ്. ഈ നീല പേർഷ്യൻ ഗൾഫ്, ഇത് മെഡിറ്ററേനിയൻ സീ ആണ്. ഇതാണ് ബാബിലോൺ. ഇതായിരുന്നു കിങ് ഷൽമനേസർ 720 BC. സാറേ ഡിസ്പ്ലേ കൊടുത്തിട്ടില്ലല്ലോ. കൊടുത്തിട്ടില്ലേ? അയ്യോ, ഞാൻ കുറച്ച് നേരം കൊണ്ടേ ഡിസ്പ്ലേ ഉണ്ടെന്ന് വെച്ചാണ് ക്ലാസ് എല്ലാം എടുത്തോണ്ട്. അപ്പൊ ഇതൊക്കെ കാണിച്ച് പഠിപ്പിച്ചപ്പം ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇത് കണ്ടായിരുന്നു. ഉണ്ടായിരുന്നു സർ, അത് ഉണ്ടായിരുന്നു സർ. കോരസ്, ദാരിയേഷ്, അർത്ഥശാസ്ത്രാവ്. അവിടെ മുതൽ കണ്ടില്ല സർ, ആ ഇത് പറഞ്ഞപ്പോ ഇല്ലായിരുന്നു. ഇതാണ് അവരുടെ ഇറാനിയൻ എംപയേഴ്സിന്റെ കിങ്സിന്റെ ലൈൻ. അപ്പൊ ഇതാണ് അസീറിയൻ എംപയർ. ഇത് മെഡിറ്ററേനിയൻ സീ, നമ്മൾ പറയുന്ന മെഡിറ്ററേനിയൻ സീ. ഈജിപ്ത് ഇവിടെ വരും, ഇത് സീനായ് പെനിൻസുല, യെരുശലേം ഇസ്രായേൽ, നിങ്ങൾ അറിയുന്നത് പോലെ. അപ്പൊ ഇദ്ദേഹം ഇവിടെ നിന്ന് ഇന്നത്തെ സിറിയ, ലെബനൻ വഴി എവിടെ വന്നു? ഇസ്രായേലിൽ വന്നു. അതാണ് ആരോ മാർക്ക്. ക്ലിയർ ആയോ? മനസ്സിലായോ? പടം കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ? അസീറിയൻ രാജാക്കന്മാരാണ്. അസീറിയൻ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാർ 883 മുതൽ 610 വരെ അസീറിയ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പേരുകളാണിത്. അഷൂർ നാസിർ പാൽ, ഷൽമനേസർ മൂന്നാമൻ, ഷംഷി അദാദ് അഞ്ചാമൻ, അദാദ് മിരാരി മൂന്നാമൻ, ഷൽമനേസർ നാലാമൻ, അഷൂർ ദാൻ മൂന്നാമൻ, അഷൂർ മിരാരി അഞ്ചാമൻ, തിഗ്ലത് പിലേസർ മൂന്നാമൻ, ഷൽമനേസർ അഞ്ചാമൻ, സർഗോൻ ടു രണ്ടാമൻ. ഇവരുടെ എല്ലാം കാലഘട്ടവുമാണ് ഈ കൊടുത്തിരിക്കുന്നത്, അസീറിയൻ രാജാക്കന്മാരുടെ കാലഘട്ടം. നിങ്ങൾ പിന്നീട് പഠിച്ചാൽ മതി, ഇതിനകത്ത് വലിയ കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് അസീറിയ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ലിസ്റ്റ്. ഏതാണ്ട് 1270 BC അത് വളരെ ശക്തമായി ഈ എംപയർ വളരുന്നത്. പിന്നീട് അത് തളരുകയും ചെയ്യുന്നുണ്ട് ബാബിലോണിനാൽ. നമുക്ക് അത് മുഴുവൻ വായിച്ച് പഠിക്കാനുള്ള സമയമില്ല. ഇപ്പൊ അസീറിയൻ എംപയറിന്റെ ഹയസ്റ്റ് പീരീഡിൽ അവർ ഭരിച്ചിരുന്നത് ടിഗ്രീസിന്റെ വടക്കും, ഇന്നത്തെ അർമീനിയ, പിന്നെ മേഡിയ, ബാബിലോണിയ, ഏലാം ഇന്നത്തെ ഇറാനി വരും, മെസൊപ്പൊട്ടോമിയ, സിറിയ, ഇസ്രായേൽ, യഹൂദ, നോർത്തേൺ പോർഷൻ ഓഫ് ഈജിപ്ത്, ഇത്രയും അവർ ഭരിച്ചിരുന്നു. അവിടുത്തെ ഏറ്റവും പ്രതാപശാലികളായ രാജാക്കന്മാരായിരുന്നു ഷൽമനേസർ, സർഗോൺ, സെന്നദ്രിബ് ആൻഡ് യസാർ ഹദോൻ. നിനവയായിരുന്നു അവരുടെ ക്യാപിറ്റൽ. ഇത് പിന്നീട് മേദ്യർ അത് നശിപ്പിക്കുന്നു. പിന്നീട് ബാബിലോണിയരും അത് നശിപ്പിക്കുന്നു. 625 BC ബാബിലോണിയരാൽ അത് നശിപ്പിക്കപ്പെടുകയാണ്. അടുത്തത് വരുന്നത് അതിന്റെ ഏറ്റവും പ്രതാപ കാലഘട്ടത്തിൽ ഈ നല്ല പച്ചയിൽ കാണുന്നതാണ് യഥാർത്ഥ അസീറിയൻ രാജ്യവും. പിന്നീട് അത് കീഴടക്കിയ ഈജിപ്ത് വരെ കീഴടക്കിയതുമാണ് ഈ പച്ചയിൽ, ഇളം പച്ചയിൽ കാണുന്നത്. അസീറിയൻ എംപയർ 824 BC പിന്നീട് കാലഘട്ടം കഴിഞ്ഞ് 671 BC എത്തിയപ്പോൾ അത് വളർന്ന് ഇത്രയുമായി. ഈ രണ്ട് വരകളാണ് നമുക്ക് ടൈഗ്രീസും യൂഫ്രട്ടീസും വന്ന് പേർഷ്യൻ ഗൾഫിൽ വീഴുന്നത്. ഇത് മെഡിറ്ററേനിയൻ സീ, ഇത് ചെങ്കടൽ.
അടുത്തത് കിങ്സ് ഓഫ് ബാബിലോണിയൻ എംപയർ ആണ്. 625 നെബോപൊളാസർ ആണ് നമ്മുടെ അസീറിയൻ സാമ്രാജ്യത്തെ തോൽപ്പിക്കുന്നത്. അദ്ദേഹം ഏതാണ്ട് 20 കൊല്ലം ഭരിച്ചു. 605 BC വരെ ഭരിച്ചു. നെബുക്കദ്നേസറിന്റെ യഥാർത്ഥ പേര് ഇതാണ്, നെബു കുദൂരി ഉസൂർ രണ്ടാമൻ. അദ്ദേഹം 605 മുതൽ 562 വരെ ഭരിച്ചു. അമൽ മർദൂക്ക്, ലബാഷി മർദൂക്ക്, നബു നായിഡ്, ബെൽ ഷാര ഉസൂർ. ഇത് ബെൽഷസറിന്റെ യഥാർത്ഥ പേര് ബെൽ ഷാറ ഉസൂർ എന്നായിരുന്നു. 552 മുതൽ 542 വരെ ഭരിച്ചു. എന്തായാലും ഇത് അടുത്ത ബാബിലോണിയൻ എംപയർ ആണ്. ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് ഫെഡപ്പ് ആയെന്ന് തോന്നുന്നു.